അടുത്തത് ഹൽ യുഷ്തറത്തുൽ നിയ്യത്തി ലഫ്ളുൻ, നിയ്യത്തിന് ലഫ്ള് ആവശ്യമുണ്ടോ? പറയണം. മുസല്ലി ഫർള അർബ റക്അത്തിൻ എന്നെടുത്ത് പറയേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ഒരിക്കലുമില്ല എന്ന് പറയുന്നത്? കാരണം നിയ്യത്തിൻ്റെ ഇത്രയും പ്രാധാന്യം പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിനോ ഒരു ഇബാദത്തിനോ നിയ്യത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വഹാബികൾ ഒരാളും അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് നിബന്ധനയുമല്ല മുസ്തഹബുമല്ല. അത് ഷർത്തല്ല. എന്നൊരാൾ പറയുന്നത് മുസ്തഹബാണ്, നല്ലതാണ്, അങ്ങനെയും പറയാൻ സാധിക്കില്ല. മറിച്ച് അത് ബിദ്അത്താണ്. ചൊല്ലി പറയുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. കാരണം അതിൻ്റെ മഹല്ല് അത് ഖൽബാണ് എന്നുള്ളതാണ്. ഖൽബാണ് അതിൻ്റെ മഹൽ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നിയ്യത്ത് എപ്പോഴാണ് നമ്മൾ വെക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നത് നിയ്യത്ത് വെക്കേണ്ടത് ഏറ്റവും അഫ്ളൽ അമലിൻ്റെ തൊട്ട് മുമ്പാണ്. നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നിയ്യത്ത് ഉണ്ടാകൽ അഫ്ളൽ. പക്ഷേ ഒരാളെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടല്ലോ, അത് നിയ്യത്താണ്. അത് മതിയായതാണ്. അതൊക്കെ മതിയായതാണ്. ആൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പുറപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിയ്യത്തുള്ളത് കൊണ്ടാണ് അയാൾ പള്ളിയിലേക്ക് വരുന്നത്. അത് മതിയായതാണ്. പക്ഷേ നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് ഒന്നുകൂടി അയാളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് അഫ്ളലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, നിയ്യത്തിൻ്റെ നിബന്ധനയല്ല. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വെക്കണം എന്നുള്ളത് നേരത്തെ തന്നെ അയാൾക്ക് മനസ്സിലുണ്ടാകാം. ഇനി നിയ്യത്ത് ഒരു അമലിൻ്റെ ഉടനീളം ഉണ്ടാകേണ്ടതുണ്ടോ? ആദ്യാവസാനം നിയ്യത്ത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അത് നല്ലതാണ്, അഫ്ളലാണ് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. പക്ഷേ ഒരാൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു നിയ്യത്ത് ഉണ്ടെങ്കിൽ അത് മതിയായതാണ്. പക്ഷെ അതിനിടയിൽ എപ്പോഴെങ്കിലും നിയ്യത്ത് മുറിക്കുക എന്നുള്ള ഒരു ചിന്ത ഒരാൾക്കുണ്ടായാൽ, അമൽ മുറിക്കുക എന്നുള്ള ചിന്ത ഒരാൾക്കുണ്ടായാൽ അത് നിയ്യത്തിനെ ബാധിക്കുന്നതാണ്. നിസ്കാരത്തിൻ്റെ ഇടയിൽ ഞാൻ നിയ്യത്തിനെ മുറിക്കുകയാണ്, ഞാൻ നിസ്കാരം മുറിക്കുകയാണ്, എണീറ്റ് പോവുകയാണ്, ഒരാൾ കരുതി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നോമ്പൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരാൾ മനസ്സുകൊണ്ട് ഞാനിത് ഒഴിവാക്കുകയാണെന്ന് ഉറപ്പിച്ച് കരുതിയാൽ അത് ബാത്തിലായി പോകും. അതിൽ വസ്വാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.